Hello everyone, welcome to Jupod Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജൂപോഡിന്റെ 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ ആണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, വിഭവ വിനിയോഗവും സുസ്ഥിരതയും. നിങ്ങളുടെ ആനുവൽ എക്സാമിൽ 3 to 4 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ, വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിൽ ചോദിച്ചേക്കാം. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. പിന്നെ ശ്രദ്ധിക്കണേ, പിന്നെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അതിന് എക്സാമ്പിൾസ് അടക്കം എക്സാമിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സ് പറഞ്ഞാൽ എന്താ, ദ റിസോഴ്സ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് റിപ്പീറ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ് ആസ് റിന്യൂവബിൾ റിസോഴ്സ്. അല്ലേ, നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തതും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിന്യൂവബിൾ റിസോഴ്സ്. അല്ലേ, എന്താ റിന്യൂവബിൾ റിസോഴ്സ് പറഞ്ഞാൽ ദ റിസോഴ്സ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ആഫ്റ്റർ യൂസ് ആൻഡ് ക്യാൻ ബി റീയൂസ്ഡ് ആർ റിന്യൂവബിൾ റിസോഴ്സ്. അല്ലേ, നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തതും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിന്യൂവബിൾ റിസോഴ്സ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. എക്സാമ്പിൾ ഏതൊക്കെയാ, സൺലൈറ്റ്, സൂര്യപ്രകാശമുണ്ട്, വിൻഡ്, കാറ്റൊക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്താണ്, ഹാവിംഗ് ഫോർഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദ ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി വിത്ത് യൂസ്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഭൂമിയിൽ ഉണ്ടാകുന്നതും ഉപയോഗിക്കും തോറും അതിന്റെ അളവ് കുറഞ്ഞു വരുന്നതുമായിട്ടുള്ള വിഭവങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് അഥവാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. അയേൺ, ഇരുമ്പുണ്ട്, ഗോൾഡ്, സ്വർണം, കോള്, കൽക്കരി ഒക്കെ എന്താണ് ഇതിനുള്ള എക്സാമ്പിൾ ആട്ടോ, ഓർത്ത് വെച്ചോ. ഇതേപോലെ തന്നെ എക്സാമിന് 2 or 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്, മെറ്റാലിക് ഫെറസ് മിനറൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ്. അല്ലെ, ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളും ഇരുമ്പിന്റെ അംശമില്ലാത്ത ധാതുക്കളും തമ്മിലുള്ള വ്യത്യാസത്തെ എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഈ ഒരു ടേബിൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ കേട്ടോ. ഫെറസ് മെറ്റൽസ് അഥവാ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ എങ്ങനെയാ, അപ്പിയർ ഇൻ ഗ്രേ, ഏത് നിറത്തിൽ കാണുന്നു, ചാര നിറത്തിൽ കാണുന്നു. എന്നാൽ നോൺ ഫെറസ് മെറ്റൽസ് അഥവാ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ എങ്ങനെയാ, അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ് അഥവാ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നു. ഇനി ഫെറസ് മെറ്റൽസ് മറ്റൊരു പ്രത്യേകത എന്താ, മാഗ്നറ്റിക് ഇൻ നേച്ചർ അഥവാ കാന്തിക സ്വഭാവമുള്ളവയാണ്. എന്നാൽ നോൺ ഫെറസ് മെറ്റൽസ് അഥവാ കാന്തിക, പിന്നെ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ എന്താ, നോൺ മാഗ്നറ്റിക് അഥവാ കാന്തിക സ്വഭാവം ഇല്ലാത്തതാണ്. ഫെറസ് പറഞ്ഞാൽ എന്താ, ഹെവിയാണ്. നോൺ ഫെറസ് പറഞ്ഞാൽ എന്താ, റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ്. അല്ലേ, ഫെറസ് അതായത് ഇരുമ്പിന്റെ അംശമുള്ളത് എന്താണ്, ഭാരം കൂടുതലാണ്, മറ്റേതെന്താണ്, ഭാരം കുറവാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം, എക്സാമിൽ ചോദിച്ചേക്കാം. ഇത് ഈ ഫെറസ് ആൻഡ് നോൺ ഫെറസ്, ഇരുമ്പിന്റെ അംശമുള്ളതും അംശമില്ലാതെ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷേ ഇത് 1 വേർഡ് ആണ് ചോദിക്കുക. ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ ഒരുപാട് കമ്പനികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അല്ലേ, 1907 എവിടെ സ്റ്റാർട്ട് ചെയ്തു, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തു. 1990 ഏത് സ്റ്റാർട്ട് ചെയ്തു, IISCO, വെസ്റ്റ് ബംഗാൾ എന്ത് ചെയ്യാണ്, IISCO സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ എന്ത്, 1923 എന്ത് സ്റ്റാർട്ട് ചെയ്തു, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അല്ലേ, അപ്പോൾ ഈ കമ്പനികളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം, എക്സാം ചോദിച്ചേക്കാം. പിന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഫോറിൻ കൺട്രീസിനെ ഹെൽപ്പോട് കൂട്ടി, അല്ലേ, അതായത് ബിലായ്, റൂർക്കേല, ദുർഗാപൂർ, ഈ 3 സ്ഥലങ്ങളിലും എന്താണ്, ഫോറിൻ കൺട്രീസ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. ബിലായിൽ ആരെ ഹെൽപ്പോട് കൂട്ടാ, സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേലയിൽ ആരെ സഹായത്തോടെ, ജർമ്മനിയാണ്. ദുർഗാപൂരിൽ ആരെ ഹെൽപ്പോട് കൂട്ടാ, ബ്രിട്ടൻ ആണ്. നോക്കി വെച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കാണുന്നത് എവിടെയാണ്, ഒഡീഷയിലാണ്. ഒഡീഷയിൽ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി അഥവാ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ കൂടുതലായി കാണാൻ കാരണം എന്ത്, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒഡീഷയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ഒഡീഷയിൽ നല്ല രീതിയിൽ എന്തുണ്ട്, വാട്ടർ അവൈലബിലിറ്റി, നല്ല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്, ജലം ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒഡീഷയ്ക്ക് ചുറ്റുമുള്ള പല സ്ഥലങ്ങളിലും ഹൈ ഗ്രേഡ് അയണോർ, ഇരുമ്പയിര്, ഭൂമിയിൽ നിന്ന് ധാരാളമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്, അയണോർ കിട്ടുന്നുണ്ട്. എവിടെയൊക്കെ, കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് പോലെ ജില്ലകളിൽ ധാരാളമായിട്ട് എന്ത് കാണുന്നുണ്ട്, അയണോർ അഥവാ ഇരുമ്പയിര് കാണുന്നുണ്ട്. അത് മാത്രമല്ല, താൾച്ചർ ജില്ലയിൽ, അല്ലെ, ഒഡീഷ താൾച്ചർ ജില്ലയിൽ കോൾ അഥവാ കൽക്കരിയും ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ അയണോർ അഥവാ ഇരുമ്പയിര് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കിട്ടണം, കോൾ അഥവാ കൽക്കരി കിട്ടിയാലേ അയൺ സ്മെൽറ്റിംഗ്, ഇരുമ്പ് ഉരുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ധാരാളമായിട്ട് എവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്, നല്ല റെയിൽവേ ലൈനും റോഡും നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് മാത്രം ഒഡീഷയിലെ പോർട്ട് അഥവാ തുറമുഖവും പരാദീപ് പോർട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇതിന് സഹായിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാണ്. ഇതിന് ആൻസർ വളരെ സിമ്പിൾ ആട്ടോ, 2 or 3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയുന്നവരുണ്ട് ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ചാൽ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാൻ പറ്റും. അതിൽ എന്ത് ചെയ്യുക, അതിന് ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, വിവിധ തരം മലിനീകരണങ്ങൾ എക്സാമിന് ചോദിക്കണം. 4 ടൈപ്സ് പൊല്യൂഷൻ ഉണ്ട്, അല്ലേ, 4 തരം മലിനീകരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ഒന്നാമത്തെ എന്താ പൊല്യൂഷൻ പറഞ്ഞാലോ,
അൺഡിസൈറബിൾ കോൺസിക്വൻസ് ഓൺ ഫിസിക്കൽ കെമിക്കൽ ഓർ ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എയർ വാട്ടർ ആൻഡ് സോയിൽ. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമായ സ്വഭാവ സവിശേഷതകളാകുന്ന മാറ്റത്തെ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ അഥവാ മലിനീകരണം. പഠിച്ചു വെക്കണേ. അപ്പോൾ പൊല്യൂഷൻ അഥവാ മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒന്നെങ്കിൽ വായു, അല്ലെങ്കിൽ വാട്ടർ ജലം, അല്ലെങ്കിൽ സോയിൽ അഥവാ മണ്ണ്, ഇതിൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തി കാരണം എന്ത് ചെയ്യാണ്? അതിൻ്റെ ക്യാരക്ടർ അഥവാ അതിൻ്റെ സവിശേഷതയിൽ എന്ത് വരുന്നു? മാറ്റം വരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ അഥവാ മലിനീകരണം. അതിൽ ഒന്നാമത്താണ് ഇത് എയർ പൊല്യൂഷൻ അഥവാ വായു മലിനീകരണം. അതിലുണ്ടാകുന്ന കാരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റുന്നു, അന്തരീക്ഷത്തെ മലിനീകരിക്കുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ വാട്ടർ പൊല്യൂഷൻ അഥവാ ജലമലിനീകരണം ഉണ്ട് അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യാൻ? ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന വാട്ടർ അഥവാ ജലം അല്ലേ, ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന മലിനമായ ഈ സാധനങ്ങൾ എന്ത് ചെയ്യാണ്? അത് ഇതേപോലെ വേസ്റ്റ് വാട്ടർ ഇല്ല, കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ റിവേഴ്സ് അഥവാ നദികളിലേക്ക് എത്തുമ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നു? വാട്ടർ ഗെറ്റ് കണ്ടാമിനേറ്റഡ് അല്ലെ, ജലം എന്ത് ചെയ്യുന്നു? മലിനീകരിക്കപ്പെട്ടു പോകുന്നു. സോയിൽ പൊല്യൂഷൻ പറഞ്ഞാൽ എന്താ? നമ്മൾ പുറത്തേക്ക് ഇടുന്ന വേസ്റ്റിൽ, അതായത് ഈ ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റ് മണ്ണിൽ മിക്സ് ആയിട്ട് മണ്ണിനെ എന്താക്കി മാറ്റുന്നു? പൊല്യൂട്ടഡ് ആക്കി മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് സോയിൽ പൊല്യൂഷൻ അഥവാ മണ്ണ് മലിനീകരണം. അടുത്തേതാ നോയ്സ് പൊല്യൂഷൻ ആണ്. വലിയ വലിയ മെഷീൻസിലെ വലിയ വലിയ ഉപകരണങ്ങൾ എവിടെ ഉണ്ടാക്കുന്നുണ്ട്? ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അത് കാരണം ഉണ്ടാകുന്ന മലിനീകരണത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോയ്സ് പൊല്യൂഷൻ അഥവാ ശബ്ദ മലിനീകരണം എന്ന് വിളിക്കുന്നു. പഠിച്ചു വെച്ചിട്ടോ, എക്സാമിന് ചോദിച്ചേക്കാം. ഇനി ശ്രദ്ധിക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്. കൺസർവേഷൻ ഓഫ് റിസോഴ്സ്, വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ. 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. വളരെ സിമ്പിൾ പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ 2 മാർക്കുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 1 മാർക്കിന്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുന്ന കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, വേറെയും ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഇത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറാക്കുക, ജിൽജില്ലാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.